ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി കുക്കിംഗ് വീഡിയോ ആണ്. ഒരു ചിക്കൻ പെരട്ടൽ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്യാം എങ്ങനെ എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ 2 ലെഗ് പീസും കുറച്ച് ചിക്കൻ പീസും ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ശരിക്കും പറയാൻ നാളത്തേക്ക് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അച്ഛന് ചിക്കനും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലെ ലെഗ് പീസ് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അപ്പം എനിക്ക് അപ്പം തന്നെ കുറച്ച് ലെഗ് പീസ് ഇതുപോലെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്ത് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ രാത്രിയിലത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് എങ്ങനെയാണ് ഏത് രീതിക്കാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇത് കണ്ടല്ലോ, ചിക്കൻ നിങ്ങൾ കണ്ടല്ലോ, ലെഗ് പീസും പിന്നെ കുറച്ച് 2-3 അല്ലാതെയുള്ള പീസുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ, വെളുത്തുള്ളി, പിന്നെ വന്നിട്ട് ഒരു വലിയ സവോള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, ഇത്രയും, പിന്നെ പച്ചമുളക്, ഇത്രയും സാധനമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഞാൻ വന്നിട്ട് എളുപ്പ പണിക്ക് ചോപ്പറിലിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേപ്പിലയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചിക്കൻ വന്നിട്ട് മസാല ഇട്ട് റെഡിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മസാലയിൽ കുറച്ച് ആവശ്യത്തിന് കശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് പിരിയം മുളക് പൊടിയും പിന്നെ വന്നിട്ട് നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂൺ, 1 ടീസ്പൂണോളം മതിയാവും നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മസാല, ഗരം മസാല വന്നിട്ട് നമ്മൾ കൂട്ടായിട്ട് ഈ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ചെടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് നന്നായിട്ട് ഉപ്പുമായിട്ട് നല്ല രീതിക്ക് അതൊന്ന് ചിക്കൻ ഇങ്ങനെ വരഞ്ഞിട്ട് പെരട്ട് റെഡിയാക്കി നമ്മൾ ആദ്യം തന്നെ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഇതെല്ലാം മറ്റു സംഭവങ്ങളെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം വന്നിട്ട് നമ്മളൊരു എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഈ ചിക്കൻ അങ്ങിട്ടു. എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കും ഈ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കനൊക്കെ അവിടെ കിടന്നൊന്ന് റെഡിയായി മൂത്ത് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ എണ്ണയ്ക്കുള്ളിലേക്ക്, ആ മസാലയ്ക്കുള്ളിലേക്ക് വന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും വേപ്പിലയും പച്ചമുളകും എല്ലാം നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ആ അരപ്പം ഒന്ന് കഴുകിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം, വളരെ കുറച്ച് കേട്ടോ, അതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നിങ്ങൾ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഇച്ചിരി ഒഴിച്ചാൽ മതി അത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുക്കായി നന്നായിട്ടൊന്ന് വഴണ്ട് റെഡിയായി വരട്ടെ. അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ്, എരിവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണോ, പാകത്തിനാണോ എന്നൊക്കെയുള്ള നോക്കിയിട്ട് ആവശ്യത്തിന് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കുക്കായി റെഡിയായി വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ കളർ, ഈ ഒരു കളറിലേക്ക് നമുക്കതാകും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം സംഭവം അടിപൊളിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.